നാം നേരം പോക്ക് സമയത്ത് ആകാശത്തേക്ക് നോക്കിയാൽ മേഘങ്ങൾ കുതിരകളായിട്ടോ കരടിയായിട്ടോ ഒക്കെ നമുക്ക് തോന്നാറില്ലേ? അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് നോക്കുമ്പോൾ വാഴയിലകൾ ആൾരൂപമായി തോന്നാറില്ലേ? ചിലപ്പോഴൊക്കെ ദോശയോ ബ്രെഡ് ടോസ്റ്റോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു ആൾരൂപം ഉണ്ടായതായി തോന്നിയിട്ടില്ലേ? ഈ ഫിനോമിനനെ പാരഡോളിയ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സയൻസ് എന്താണെന്ന് അറിഞ്ഞാലോ? ഇത് മനുഷ്യൻ്റെ ഒരു കഴിവായി തന്നെ കാണാം. ഇത്തരം കഴിവുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മനുഷ്യന് കൈവന്നിട്ടുള്ളതാണ്. പാരഡോളിയ എന്നാൽ സീയിങ് ബിയോണ്ട് ദ ഇമേജ് എന്നർത്ഥം. അത് ഇമേജിനും അപ്പുറമായി നമ്മൾ എന്തോ ദർശിക്കുന്നു എന്നാണ് അർത്ഥം. നമ്മുടെ ബ്രെയിൻ ഒരുപാട് വിഷ്വൽ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ പലതരം റാൻഡം ഇൻഫർമേഷൻസും പ്രോസസ്സ് ചെയ്യുന്നു. ഇവയെല്ലാം തന്നെ നമ്മുടെ ബ്രെയിനിലെ ഫ്യൂസിഫോം ഏരിയയിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മൾ നിരന്തരം കാണുന്ന ചില മുഖങ്ങൾ, അവയുടെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ബ്രെയിനിലെ ഈ ഫ്യൂസിഫോം ഏരിയയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കണ്ണുകളുടെ നിറം, മുഖത്തിൻ്റെ ആകൃതി, മൂക്കിൻ്റെ വലിപ്പം, ഇവയെല്ലാം തന്നെ ഫീച്ചേഴ്സാണ്. ആധുനിക കാലത്തെ ഒരു മെഷീൻ ലേണിംഗ് മോഡലായി നമ്മുടെ ബ്രെയിനിലെ ഫ്യൂസിഫോം ഏരിയയെ നമുക്ക് കാണാം. ഗ്രാമാന്തരീക്ഷത്തിൽ രാത്രികാലങ്ങളിലും മറ്റും വളരെയധികം ഇരുട്ടുമൂടിയ പ്രദേശങ്ങളിൽ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ പാരഡോളിയ ഇഫക്റ്റ് നമുക്ക് ഏറെ കൂടുതലായി അനുഭവപ്പെട്ടേക്കാം. ആ സ്ഥലത്തെ വിഷ്വലുകൾ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ജീവികളുടെ ഫീച്ചേഴ്സുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് അത് ചിലപ്പോൾ മനുഷ്യരായിട്ടോ മൃഗങ്ങളായിട്ടോ ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ പാരഡോളിയ ഇഫക്റ്റ് മൂലമാണ് പണ്ടുകാലത്ത് നമ്മൾ വന്യമൃഗങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നേടിയതും. 2011 ഈ ഇഫക്റ്റിനെ പറ്റി പഠിക്കുന്ന ഒരു ഗവേഷണത്തിൽ കണ്ടെത്തിയത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വളരെയധികം സ്പോട്ടുകൾ അല്ലെങ്കിൽ കുത്തുകൾ അല്ലെങ്കിൽ നോയ്സ് ഉള്ള ഒരു പ്രതലത്തിൽ ഒരു ഇമേജിനെ പതിപ്പിച്ചു വച്ചിരുന്നു. ഈ ഇമേജ് ഒരു പോപ്പുലേഷനിലുള്ള പാർട്ടിസിപ്പൻസിനെ കാണിക്കുകയുണ്ടായി. ഈ ഇമേജ് വളരെയധികം ബ്ലർഡായ ഇമേജ് ആയിരുന്നു. പക്ഷേ ഈ റിസർച്ചിൻ്റെ ഔട്ട്കം എന്തായിരുന്നു എന്നാൽ 40% പാർട്ടിസിപ്പൻസും അതിലെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഇതേ നോയിസ് പ്രതലത്തിൽ ഉള്ള ഒരു ആൽഫബറ്റും ബ്ലർഡായിട്ടുള്ള ആൽഫബറ്റ് ആയിരുന്നു. അങ്ങനെയുള്ളൊരു ആൽഫബറ്റ് ഈ പോപ്പുലേഷനിലെ പാർട്ടിസിപ്പൻസിനെ കാണിച്ചപ്പോൾ 38% പാർട്ടിസിപ്പൻസും ആ ആൽഫബറ്റിനെ റെക്കഗ്നൈസ് ചെയ്യുകയുണ്ടായി. ഈ പരീക്ഷണത്തിന് ശേഷം ഇമേജ് പതിപ്പിക്കാത്ത വെറും നോയിസ് ആയിട്ടുള്ള ഒരു പ്രതലം കാണിച്ചപ്പോൾ 42% ആളുകളും അതിൽ ഫേസ് ഉള്ളതായി കണ്ടു. അതുപോലെ തന്നെ 35% പാർട്ടിസിപ്പൻസും ആൽഫബറ്റ് ഉള്ളതായും കണ്ടു. ഇതിൽ നിന്നും നമുക്ക് നമ്മുടെ ബ്രെയിനിലെ ഫ്യൂസിഫോം ഏരിയയുടെ ഒരു അസാമാന്യ വൈഭവം കണ്ടെത്താൻ പറ്റും. ഒരുപാട് ആളുകളുള്ള ഫോട്ടോയിൽ നിങ്ങളെ തിരിച്ചറിയുന്ന ഫേസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ ഫേസ്ബുക്കിലും മറ്റും കണ്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ ബ്രെയിനിലെ ഫ്യൂസിഫോം ഏരിയ പ്രവർത്തിച്ചു എന്ന് വേണം കരുതാൻ. ഈ ആധുനിക മെഷീൻ ലേണിംഗ് മോഡൽസ് പോലെ ഫീച്ചേഴ്സ് എക്സ്ട്രാക്റ്റ് ചെയ്ത് ഇമേജ് ഇല്ലാത്ത സ്ഥലത്ത് അത് ഉണ്ട് എന്ന രീതിയിൽ ഒരു ഫേസ് റെക്കഗ്നൈസ് ചെയ്തു നമ്മുടെ ഫ്യൂസിഫോം ഏരിയ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതിനാൽ അടുത്ത തവണ പാരഡോളിയ ഇഫക്റ്റ് അനുഭവപ്പെട്ടാൽ ഒട്ടും പേടിക്കേണ്ട കേട്ടോ. നിങ്ങളുടെ ബ്രെയിനിലെ ഫ്യൂസിഫോം ഏരിയ നന്നായി പ്രവർത്തിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. നിങ്ങളിലെ സർഗാത്മകതയാണ് പാരഡോളിയ ഇഫക്റ്റ്. അതിനായി നിങ്ങളുടെ ബ്രെയിൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.